രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണല്ലോ അതിജീവിതയെ അപമാനിച്ചു എന്നുള്ളത്. അവിടെ ഇതാ രാഹുൽ ഈശ്വർ ഇന്ന് ജാമ്യം തേടിയിരുന്നു. നിലവിൽ 14 ദിവസത്തെ കസ്റ്റഡിയിൽ തുടരുന്ന രാഹുൽ ഈശ്വർ ഇന്ന് വീണ്ടും കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകുന്നില്ല. രാഹുൽ ഈശ്വറിന് ഈ ഘട്ടത്തിൽ തിരിച്ചടിയാണ്. പക്ഷേ നാളെ വൈകിട്ട് വരെ കസ്റ്റഡിയിൽ എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. സാരംഗ് നൽകും അതിൻ്റെ വിശദാംശങ്ങൾ. സാരംഗ്, ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിന് ജാമ്യമില്ല എന്നാണ്. പക്ഷേ നാളെ വൈകുന്നേരം വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ 14 ദിവസത്തെ കസ്റ്റഡി എന്നത് ചുരുക്കുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടാകുന്നത്? അഭിലാഷ്, വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് രാഹുൽ പറഞ്ഞിരുന്നു സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല ഈ ഒരു താൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ഇത്തരത്തിലുള്ള വീഡിയോ അതിന്റെ പൂർണ്ണതയിൽ കാണാതെ അതിന്റെ ഒരു ഭാഗം മാത്രം കണ്ടുകൊണ്ടാണ് കോടതി തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഇതിൽ ന്യായമായും തന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും അത്തരത്തിലെ ഈ ഒരു ഇരയെ അപമാനിക്കുന്ന തരത്തിലേക്കും വെളിപ്പെടുത്തുന്ന തരത്തിലേക്കും തന്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു മാധ്യമങ്ങളോടക്കം രാഹുൽ ഈശ്വർ പങ്കുവച്ചിരുന്നത്. ഇന്നും അത്തരത്തിൽ, അതായത് ഈ ഒരു കോടതിയുടെ തീരുമാനത്തെ കൂടുതൽ, അതായത് തനിക്ക് ജാമ്യം അനുവദിക്കണം എന്ന തരത്തിലേക്കായിരുന്നു ഇന്ന് വാദം തുടങ്ങിയത് തന്നെ. പക്ഷേ വീണ്ടും കോടതി അത് നിരസിക്കുകയായിരുന്നു. കാരണം ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി കൂടുതൽ ഇത്തരത്തിൽ ഇരയെ അപമാനിക്കുന്ന തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ, അതായത് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് ഇപ്പോൾ കോടതി ജാമ്യാപേക്ഷ നിരസിച്ചത്. ഈ ഒരു വൈദ്യപരിശോധനയ്ക്കടക്കം രാഹുലിനെ ആശുപത്രികളിൽ എത്തിച്ചപ്പോൾ കൂടുതൽ, അതായത് രാഹുൽ മാങ്കുട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് വീഡിയോകൾ വീണ്ടും ചെയ്യും എന്ന കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. പോലീസ് ഇത്തരത്തിൽ അങ്ങനെ വീഡിയോ ചെയ്യരുതെന്ന നിർദ്ദേശം നൽകി അത് പാലിക്കാൻ പറ്റില്ല എന്ന തരത്തിലടക്കം വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പങ്കുവച്ചിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ ഈ നിരീക്ഷണം വളരെ ശക്തമാണ്. കാരണം ഇത് ഇരയുടെ ഒരു സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിൽ, അതായത് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയും ഈ ഇരയെ അത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുകയും അടക്കം ചെയ്യുകയും ആ ഇരയുടെ ഐഡന്റിറ്റി, അതായത് കൂടുതൽ വിവരങ്ങൾ അടക്കം സമൂഹ മാധ്യമങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അടക്കം ശ്രമിച്ചത് ഗുരുതരമായ ഒരു കുറ്റമായിട്ടാണ് ഇപ്പോൾ കോടതി കണക്കാക്കിയിരിക്കുന്നത്. നാളെ വൈകുന്നേരം വരെ കോടതി കസ്റ്റഡിയിൽ വിട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് അനുസരിച്ച് രാഹുലിന്റെ തുടർ നീക്കങ്ങൾ, അതായത് രാഹുൽ ഈശ്വറിന്റെ, പ്രേക്ഷകർക്ക് മാറിപ്പോകേണ്ട, ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെ കുറിച്ചുള്ള വിഷയമാണ്. അതായത് രാഹുൽ ഈശ്വറിനെതിരായ ആരോപണവും പരാതിയും എന്നത് അതിജീവിതയെ അപമാനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അതിജീവിതയെ അപമാനിച്ചതിന് ഇപ്പോൾ 14 ദിവസം റിമാൻഡിൽ ആയിരുന്നു. അങ്ങനെ ജാമ്യം അപേക്ഷ വീണ്ടും നൽകിയപ്പോഴും കോടതിയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുന്ന പശ്ചാത്തലം. പക്ഷേ സാരംഗ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലുമായി ചേർന്ന് നിൽക്കുന്നവർ, അതായത് രാഹുൽ ഈശ്വറുമായി ചേർന്ന് നിൽക്കുന്നവർ ഇനി ബെയിൽ ആപ്ലിക്കേഷൻ നൽകുന്നില്ല, മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കോടതിയുടെ തീരുമാനത്തിൽ അവർക്ക് വ്യക്തത വരുന്നു. അതായത് നാളെ വൈകിട്ട് വരെ കസ്റ്റഡിയിൽ വിട്ടു എന്ന് പറയുമ്പോൾ നാളത്തെ കൊണ്ട് ആ കസ്റ്റഡി കാലാവധി അവസാനിക്കും എന്നാണോ മനസ്സിലാക്കുന്നത് രാഹുലിന്റെ അഭിഭാഷക സംഘം? അഭിലാഷ്, ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഈ 14 ദിവസത്തേക്കാണ് കഴിഞ്ഞ ദിവസം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് രാഹുൽ ഈശ്വറിനെ റിമാൻഡിൽ വിടുകയായിരുന്നു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി അപേക്ഷ, അതായത് ഒരു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇതൊരു സാങ്കേതികപരമായ ഒരു കേസായതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ഈ ഒരു ലാപ്ടോപ്പും മറ്റും പിടിച്ചെടുത്തതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ ഓഫീസുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളായിരുന്നു പിടിച്ചെടുത്തത്. ഇയാൾക്ക് രാഹുൽ ഈശ്വറിന് ടെക്നോ പാർക്കിലടക്കം ഓഫീസുണ്ട്. ആ ഓഫീസിലടക്കം ഇത്തരത്തിൽ ഈ ഒരു വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി തിരച്ചിലിനും മറ്റുമായി അവിടേക്ക് എത്തുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകാതെ നേരെ ക്യാമ്പിലേക്കായിരുന്നു രാഹുൽ ഈശ്വറിനെ എത്തിച്ചത്. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയതും പിന്നീട് റിമാൻഡിൽ വിടുകയും ചെയ്യുകയായിരുന്നു. നിലവിൽ ഒരു ദിവസത്തേക്കുള്ള, അതായത് നാളെ വൈകുന്നേരം 5 മണി വരെയുള്ള ഒരു സമയമാണ് ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാനും മാത്രമല്ല ഇത്തരത്തിൽ, അതായത് ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കൂടുതൽ വീഡിയോകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ അടക്കമുള്ള ഈ ഒരു നിലപാട് വ്യക്തമാക്കാനുള്ള ഒരു അവസരം കൂടി, തെളിവെടുപ്പിനും കൂടിയാണ് ഈ ഒരു കൂടുതൽ തെളിവെടുപ്പ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ആദ്യം അറസ്റ്റ് ചെയ്ത സമയത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയായിരുന്നു സമയം പോലീസ് കണ്ടെത്തിയത്. അതായത് രാത്രി അറസ്റ്റ് ചെയ്തു, അടുത്ത ദിവസം ഉച്ചയോട് കൂടിയാണ് തെളിവെടുപ്പിന് വേണ്ടി മറ്റും അദ്ദേഹത്തിനെ വീട്ടിലേക്ക് അടക്കം എത്തിച്ചത്. ആ ഒരു സമയക്കുറവ്, അതായത് 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കേണ്ട ഒരു സമയക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനും ഈ ഒരു ഡിജിറ്റൽ തെളിവുകൾ അടക്കം കണ്ടെത്തി ഇയാൾക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പോലീസ്. ശരി, അതാണ്. അതായത് നമുക്കൊരു പക്ഷേ അല്പസമയത്തിനകം രാഹുലിന്റെ അഭിഭാഷകർ
നിന്നടക്കം കൂടുതൽ വ്യക്തത കൈവരും. അപ്പോഴാണ് എന്താണ് കോടതി അറിയിച്ചത് എന്നതിലൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി കൈവരികയുള്ളൂ. പക്ഷേ പ്രിയ പ്രേക്ഷകരെ, ഈ മണിക്കൂറുകൾ നിർണായകമാകുന്നത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ, ഇന്ന് തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്നൊരു തീരുമാനമുണ്ടാകുമോ, ഇന്ന് വാദം പൂർത്തിയാക്കാൻ സാധിക്കുമോ, അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്.